ക്യാപ്റ്റനും പവർ ടീമും രണ്ടും രണ്ട് എൻറ്റിറ്റീസ് ആണ്. അവര് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടവരാണ്, തോളോട് തോള് ചേർന്ന് നിൽക്കേണ്ടവരല്ല. ഇതാണോ പവർ റൂള്? ഇതാണോ ക്യാപ്റ്റൻസി? വളരെ മോശം, വളരെ മോശം, വളരെ അൺഫെയർ, വളരെ പാർഷ്യാലിറ്റി, വളരെ ഫേവറിസം. കുമ്പിട്ട് നിൽക്കുന്നു, ഹുസ് കാണിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ കാണിക്കുന്നത്? ക്യാപ്റ്റന്റെ മറ്റേ മൂഡ് താങ്ങുന്നു പവർ ടീമിന്റെ. ഗബ്രി ഇപ്പൊ പറഞ്ഞ കുറെ കാര്യങ്ങളാണ് ലൈവില്. ഇതാരാണ് ഈ പറയുന്നതെന്ന് നിങ്ങളൊന്ന് ഓർക്കണം. കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റന്റെ ഒരു ഫേവറിസം കാരണം ഒരു പണിയും എടുക്കാതെ പവർ ടീമിൽ കയറി ഊളനാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം. കഷ്ടപ്പെട്ട് വടം വലിച്ചിട്ടാണ് മോനെ ജിൻഡോ ക്യാപ്റ്റൻ ആയിട്ടിരിക്കുന്നത്. ബ്രില്യൻ ഗെയിം കളിച്ചിട്ടാണ്, കറക്റ്റ് സമയത്ത് പ്ലേറ്റ് മാറ്റിയോണ്ടാണ്, അല്ലാതെ ജാസ്മിന്റെ പുറകെ മണപ്പിച്ച് നടന്ന് ഫേവറിസത്തിലൂടെ അല്ല. എന്നിട്ട് പവർ റൂമിൽ കയറിയിട്ട് ഈ നാണം കെട്ടവൻ എന്താണ് പറഞ്ഞത്? വേറുള്ളവരെ കൊണ്ട് നമ്മുടെ ഇച്ചിരി കഴിയിപ്പിക്കണം, നമ്മളെ കാണുമ്പോൾ സല്യൂട്ട് അടിപ്പിക്കണം. അത്രയും ഒരു ഫാസിസ്റ്റ് ചിന്താഗതി ഉള്ളവരുത്തിനാണ് ഈ കൊണവണ അടിക്കുന്നത്. ഇട്ടിട്ട് പോടേ, ഇവനെ കൊണ്ടൊന്നും ആവത്തൊന്നുമില്ല. ജാസ്മിന്റെ പുറകെ മണപ്പിച്ച് നടക്കാനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല ഇവനെ കൊണ്ടൊന്നും. മുംബൈയിൽ നിന്ന് സൈക്കോളജിസ്റ്റ് വന്ന് എന്നെ ചികിത്സിച്ചു എന്നൊക്കെയാണ് ഗബ്രി പറഞ്ഞത്. കേട്ടപ്പോ ചിരിയാണ് വന്നത്. മുംബൈയിൽ നിന്നല്ല, കാലിഫോർണിയയിൽ നിന്ന് സൈക്കോളജിസ്റ്റ് വന്നാൽ ഇവന്റെ മെന്റൽ ഇൽനെസ്സും മറ്റേ അയിത്തവും ഫാസിസവും ഒന്നും അവസാനിക്കത്തൊന്നുമില്ല. ജാസ്മിനോടുള്ള കുത്തിക്കഴപ്പ് ഇവന്റെ അവസാനിക്കത്തൊന്നുമില്ല. ജാസ്മിനൊക്കെ കളി മാറ്റിയെന്ന് ഈ പൊട്ടനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. സെന്റി ട്രാക്ക് ആണ് ഇപ്പൊ, ലവ് ട്രാക്ക് ഒക്കെ തീർന്നു. ഇവന്റെ വിചാരം എപ്പോഴും ജാസ്മിൻ ഇവന്റെ മടിയിൽ കിടന്ന് ഉറങ്ങുമെന്നാണ്. കളി മാറുന്നത് കണ്ടോണോ ഇനി? ഈ നാണം കെട്ടവൻ കുറെ മുക്കും അവിടെ കിടന്ന് കോർണർ ചെയ്തേ കൂട്ടം കൂടി ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞു പോയി വാഴത്തോട്ടത്തിൽ പോയിരുന്ന് തലയിലൊരു മുണ്ട് വിട്ടു പോയി പിണങ്ങി കിടക്കും. അതേ ഇവനെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. ജിൻഡോയെ പോലെയോ സിബിനെ പോലെയോ ബ്രില്യൻ മൈൻഡ് ഗെയിം കളിക്കാൻ ഇവനെ കൊണ്ടൊന്നും ഒരു മാസമായിട്ട് പറ്റിയിട്ടില്ല. ഇനിയാണ് ഇവൻ കുറെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നും ഉണ്ടാക്കത്തില്ല. ജാസ്മിനെ പോലെ വല്ല സഹതാപതരമോ ഇറക്കുമോനെ, 2 ഹോട്ടലും കിട്ടും. ഇപ്പൊ അതുപോലും കിട്ടുന്നില്ല. അതുമില്ലാതെ ഇവന്റെ 100 കിലോമീറ്റർ നീളമുള്ള നാക്കിട്ടടിച്ച് റാപ്പ് പാടിയാലും എത്ര മുക്കിയാലും ഗബ്രി അവിടെ 3G ആവുന്നല്ലാതെ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഇനി പവർ ടീമിന്റെ മിസ് റൂൾ ആണെന്ന് പറഞ്ഞ് ഇനി എന്ത് നാടകം ഇറക്കിയാലും ഞാൻ ഇതൊക്കെ പറയത്തുള്ളൂ. അത്രയ്ക്ക് വെറുപ്പിച്ച് കളഞ്ഞു ഗബ്രി.